ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇപ്പം ഞാൻ ആലുവ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ 2 ക്യാമറ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 പോക്കാണ്, 2 മാറ്റി വെക്കണം. ഈ ഒരു ബോക്സ് വാട്ടർ പ്രൂഫ് ബോക്സ് ആണ്. ഇതാണ് വീഡിയോ Cat 6 കേബിൾ വെച്ച് കണക്ട് ചെയ്തേക്കുന്ന ക്യാമറയിലേക്ക് വിഷ്വൽ ട്രാൻസ്മിറ്റ് ചെയ്യണൊക്കെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ ക്യാമറ. ആദ്യം തന്നെ നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു ബോക്സ് പൊട്ടിക്കുന്ന സമയത്ത് റബ്ബറിന്റെ ബുഷും പിന്നെ ഒരു സ്ക്രൂ സെറ്റാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടാവുന്നത്. കാണുമ്പോൾ അല്ല കേട്ടോ, നല്ല കട്ടിയുള്ള ബോക്സ് ആണ്, നല്ല വാട്ടർ പ്രൂഫും ആണ്. അതേപോലെ തന്നെ റബ്ബറിന്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തോട്ട് ഒരു തുള്ളി വെള്ളം കയറൂല. മഴയത്തും വെയിലത്തൊക്കെ നല്ല പക്കയായിട്ട് എന്തായാലും ഒരു 3-4 കൊല്ലമൊക്കെ നല്ല സൂപ്പർ ആയിട്ട് നിന്നോളൂ. പിന്നെ അത് കഴിഞ്ഞാലാണ് ഡാമേജ് വരുള്ളൂ. എല്ലാത്തിനും ഒരു ഡാമേജ് എന്തായാലും വരുള്ളൂ. ഫ്രണ്ട്സ്, ഈ ക്യാമറ ഉണ്ട് കഴിഞ്ഞ ദിവസം വണ്ടി ഇടിച്ചത്. അപ്പോൾ 2 ക്യാമറ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു കമ്പിയിലുള്ള ഈ ഹോളില്ലേ, സ്ക്രൂ ചെയ്ത ഹോൾ, ഇത് ഹോൾ കോപ്പി ചെയ്തിട്ട് ആ പുതിയ ബോക്സിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കറക്റ്റ് ഹോളിൽ നമുക്ക് ഈ ഒരു നെറ്റ് നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് Cat 6 കേബിൾ കേട്ടോ. നമുക്ക് ഒരു വയറിൽ 2 ക്യാമറ സെറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ ബോക്സിൽ ആ ഒരു മെഷർമെന്റ് ഇല്ല, ആ ഒരു നേരത്തെ ബോക്സിൽ ഉണ്ടായിരുന്ന സ്ക്രൂവിന്റെ മെഷർമെന്റ്, ആ മെഷർമെന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നേരെ ആ ഒരു ഹോളിൽ സ്ക്രൂ ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇത് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര വെയിൽ, കൊടും വെയിലാണ്. എന്റെ വണ്ടിയുടെ മേലെ ഉണ്ടല്ലോ ഒരു കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും വാരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ബുൾസൈഡ് കിട്ടും. അത്രയും ചൂടാണ്. തൊട്ട് നോക്കി കഴിഞ്ഞാൽ എന്റെ പൊന്നൊന്നും പറയണ്ട, ഒരു 50 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അത്ര ഉണ്ടാവും. ക്യാമറ പൊട്ടിച്ചപ്പോ ഇതാണ് ക്യാമറ. 6mm 2MP ക്യാമറ ഉണ്ട് ഇത് വന്നത്. നല്ല അടിപൊളി ക്യാമറ ഉണ്ട്. ഒരു 20 മീറ്റർ വരെ അകലം പറയുന്നുണ്ട്. എന്തായാലും ഒരു 10-15 മീറ്റർ വരെയുള്ള ആൾക്കാരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല HD ക്ലാരിറ്റി ഉള്ള വിഷ്വൽ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. HiVision ആണ് ഇതിന്റെ ബ്രാൻഡ് വരുന്നത്. ഇതിന്റെ ഒപ്പം നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ സ്ക്രൂ എന്ന് പറയുന്നത് എന്റെ പൊന്നു, ഇതിന്റെ സ്ക്രൂ വെച്ചിട്ട് ഈ ഒരു ക്യാമറ പിടിപ്പിക്കാനായിട്ട് പറ്റൂല കേട്ടോ. അപ്പോൾ അത് പുതിയ ബോക്സിൽ ഞാൻ ക്യാമറയുടെ വയറൊക്കെ ഇടാനായിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ട, പഴയ ക്യാമറ ഉണ്ട്. ഈ പഴയ ക്യാമറയും പുതിയ ക്യാമറയുടെ ആ ഒരു കണ്ടീഷൻ കണ്ട, ഇത് വർക്കിംഗ് ആയിരിക്കട്ടെ. പിന്നെ ആ വണ്ടി ഇടിച്ചതിന്റെ പേരിലാണ് പോയേക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ഇടിച്ച് നല്ലൊരു ഇടിയായി ഇടിച്ചേക്കണം. ആ കമ്പി വരെ വളഞ്ഞു പോയി. അപ്പം അതിൻ്റെ അകത്തുള്ള വയറിങ്ങും പിന്നെ അതിൻ്റെ സർക്യൂട്ട് ബോർഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇളക്കാൻ പറ്റിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം SMD അല്ല, എന്തായാലും ഒരു തട്ടി കിട്ടി കഴിഞ്ഞാൽ പോകുന്നത്. അങ്ങനെ ഞാനിവിടെ ഓൺ ചെയ്തപ്പോഴേ ക്യാമറ ഒന്നും വർക്ക് ചെയ്യല്ല. ക്യാമറ വർക്ക് ചെയ്യാത്ത എന്താ, വിഷ്വൽ ക്യാമറയിൽ നിന്ന് വന്നോന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആവാൻ പവർ വേണം. പവറിലേക്കുള്ള സപ്ലൈ അത് പോയിട്ടില്ല. അതായത് പവർ സപ്ലൈ ഓൺ ആയിട്ടില്ല. സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സ്റ്റൻഷൻ ബോക്സിലല്ല ഈ സംഭവം കൊടുത്തേക്കുന്നത്, സെപ്പറേറ്റ് സ്വിച്ചുകളാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു. അപ്പോൾ തന്നെ പയ്യെ ക്യാമറകളൊക്കെ എടുത്തു തുടങ്ങിയിട്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പോൾ 2 ക്യാമറ ആണ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ആ ഒരു ക്യാമറയുടെ വിഷ്വൽ എന്തായാലും നോ വീഡിയോ ആണ് കാണിക്കണത്. ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം കേട്ടോ. ക്യാമറ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും വിഷ്വൽ ഇവിടെ വരും. ആ ഒരു 2 കോളം കണ്ട, മുകളിലും ഒരു 2ാമത്തെ ലൈനിലേക്ക് ഞാൻ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാമറയുടെ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വിഷ്വൽ നമുക്ക് നോക്കാൻ പോകണം. ഒരു 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു വറുത്ത കോഴീനെ പോലെ ഭയങ്കര വെയിലാണ്, ഒരു രക്ഷ. ഞാൻ ഐസായിട്ട് വണ്ടിയുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, വണ്ടി ഒരു 50-55 വേണമെങ്കിൽ 60 ഡിഗ്രി ഉണ്ടെന്ന് തോന്നുന്നു ചൂട്. 60 ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കൈ പൊള്ളി കേട്ടോ, അത്രയും ചൂട്. ഒരു മെഷർമെന്റ് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റിയാണ്. ആ ഒരു അളവ് നിങ്ങളെ കാണിച്ചു തന്നെ. അങ്ങനെ അതെ ആദ്യത്തെ വിഷ്വൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ക്യാമറയുടെ. കുറച്ച് അലൈൻമെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് അടുത്ത ക്യാമറ കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അടുത്ത ക്യാമറ പൊട്ടിക്കേണ്ട. അടുത്ത ക്യാമറ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഈ ക്യാമറ പൊട്ടിക്കുമ്പോൾ കണ്ടോ, ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഷീറ്റും പിന്നെ അതേ ക്യാമറ വന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ കൂടെ ഒരു സ്ക്രൂ സെറ്റ് ഉണ്ട് കേട്ടോ. സ്ക്രൂ സെറ്റ് വെറുതെ ആണ്, നമുക്ക് സ്ക്രൂ ഡ്രൈവറിന് പോലും പിടിക്കാൻ പറ്റൂല, വെറുതെ ചാത്തൻ സ്ക്രൂ ആണത്. പിന്നെ അതേ ക്യാമറ വന്നത് ഇങ്ങനെയാണ്. 6mm നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6mm 2MP ക്യാമറയാണ് വന്നത്. നല്ല റെസൊല്യൂഷൻ ആയിരിക്കുള്ള HD ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. നേരത്തെ വെച്ച അതേ ക്യാമറ അതേ സെയിം ആണ്, മാറ്റങ്ങളൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ അതേ 2ാമത്തെ ക്യാമറ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ക്യാമറയും ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2ാമത്തെ വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അലൈൻമെന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് പുറമേ ഉള്ള വിഷ്വലൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞാനിപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടാ ഞാനത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിഷ്വൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയാൽ മതി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം. ചാനൽ മിക്സഡ് ആയിട്ടുള്ള ചാനലാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും മറക്കാണ്ട് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.